പ്രായം വെറും 4 വയസ്സ് മാത്രമാണെങ്കിലും കോഴിക്കോട് മാവൂർ സ്വദേശിയായ ഇഷാൻ ദേവ് വാരിക്കൂട്ടിയത് നിരവധി പുരസ്കാരങ്ങളാണ്. അതിവേഗത്തിൽ മനുഷ്യ ശരീര ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് 5 പ്രധാന പുരസ്കാരങ്ങളാണ് ആ കൊച്ചുമിടുക്കൻ സ്വന്തമാക്കിയത്. അഭിനന്ദന പ്രവാഹങ്ങൾക്കിടയിലും റെക്കോർഡ് വേട്ട തുടരുകയാണ് ഇഷാൻ. അമ്മയുടെ കൈപിടിച്ച് നിൽക്കുന്ന ഈ 4 വയസ്സുകാരൻ ചെറിയ പുള്ളിയല്ല. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് മുതൽ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ വരെ തന്റെ കുഞ്ഞു ഷെൽഫിൽ അടുക്കി വെച്ചു കഴിഞ്ഞു ഈ കൊച്ചുമിടുക്കൻ. കോഴിക്കോട് മാവൂർ ചേറുപ്പ GLP സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ് ഇഷാൻ ദേവ്. കേവലം 1 മിനിറ്റിൽ മനുഷ്യ ശരീരത്തിലെ 70 ആന്തരിക ബാഹ്യ അവയവങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞാണ് ഇഷാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും കേരള ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം പിടിച്ചത്. എന്നാൽ അവിടെയും അവസാനിച്ചില്ല ഇഷാന്റെ കുതിപ്പ്. 46 സെക്കൻഡിൽ ഇതേ നേട്ടം ആവർത്തിച്ച് ഇന്റർനാഷണൽ കിഡ് ഐക്കൺ അവാർഡും ഈ മിടുക്കൻ സ്വന്തമാക്കി. സംസാരിച്ചു തുടങ്ങിയ പ്രായത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഓർത്തു വയ്ക്കാനുള്ള ഇഷാന്റെ കഴിവ് മാതാപിതാക്കളായ ദിനീഷും രമ്യയും തിരിച്ചറിഞ്ഞു. മകന്റെ കുസൃതികൾക്കിടയിലും അവർ നൽകിയ പിന്തുണയാണ് റെക്കോർഡുകളിലേക്കുള്ള വഴി തുറന്നത്. ഇവന് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം കഴിവുണ്ടെങ്കിൽ ആ കഴിവിനുള്ള ഒരു റെക്കഗ്നേഷൻ ആണല്ലോ ഇത്തരം റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഇവന് ഞാൻ ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തതും ബോഡി പാർട്സ് തന്നെയാണ്. അപ്പം ആ ബോഡി പാർട്സ് വെച്ചിട്ട് തന്നെ നമുക്ക് റെക്കോർഡിന് അപ്ലൈ ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ ഞാൻ ഒരു 70ഓളം ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബോഡി ഓർഗൻസ് വെച്ചിട്ട് അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് ടൈമറൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്തു. നമ്മൾ ഇതിന് അപ്ലൈ ചെയ്തു. അങ്ങനെ പിന്നെ അവരുടെ വെരിഫിക്കേഷൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കത് അപ്രൂവലായി വന്നു. രബീന്ദ്രരത്ന പുരസ്കാർ, ടിക് മാഗസിൻ, ടാലന്റ് ഐക്കണിക് വിന്നർ തുടങ്ങി 5ഓളം അംഗീകാരങ്ങളാണ് ഈ കുഞ്ഞു പ്രായത്തിൽ ഇഷാനെ തേടിയെത്തിയത്. 3-ാം വയസ്സിൽ തുടങ്ങിയ റെക്കോർഡ് വേട്ട ഇപ്പോഴും തുടരുകയാണ്. നാട്ടിലെങ്ങും താരമാണ് ഇഷാൻ ഇപ്പോൾ. അഭിനന്ദന പ്രവാഹങ്ങൾക്കിടയിൽ അടുത്ത റെക്കോർഡിനായുള്ള കഠിന പരിശ്രമത്തിലാണ് ഈ കൊച്ചുമിടുക്കൻ. ന്യൂസ് മലയാളം, കോഴിക്കോട്.